ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീൻസും ഉരുളക്കിഴങ്ങും കൂടി ചേർന്നിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 250 ഗ്രാം ബീൻസാണ്. ബീൻസിൻ്റെ നാരക കളഞ്ഞതിന് ശേഷം ഇതുപോലെ 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് അരിയുമ്പോൾ അധികം കനം കുറയാതെ ബീൻസിൻ്റെയൊക്കെ ആ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങിൽ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതൊരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് വേണം നമ്മൾ ബീൻസ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങും ബീൻസും ഒരുമിച്ചിടുകയാണെങ്കിൽ തന്നെയും ബീൻസിന് വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതൊരു 7 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ മൂടി വെച്ച് വേവിക്കണം. ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് ക്രഞ്ചി ആയിട്ടുണ്ട്, അധികം കൊഴിഞ്ഞു പോയിട്ടില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഈ മസാലയുടെ റോ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. അതുപോലെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ചേർത്തതാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. ഈ ചേർക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഒരു വെറൈറ്റി ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സമയത്ത് ആംചൂർ പൗഡറോ ചാട്ട് മസാലയോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു വേറൊരു ഫ്ലേവറാണ്. ഇപ്പോൾ ഗരം മസാലയും ക്രഷ്ഡ് ചില്ലിയും ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീൻസ് പൊട്ടാറ്റോ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അതുപോലെ ബീൻസിന് പകരം വള്ളിപ്പയറും ചേർക്കാവുന്നതാണ്. അതുപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ചാട്ട് മസാലയും ആംചൂർ പൗഡറും ഒക്കെ ചേർക്കുകയാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നാടൻ രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൊട്ടാറ്റോ ബീൻസ് മെഴുക്കുവരട്ടി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.